സുരേന്ദ്രേടെ എന്താ പോത്തിനെടുത്താ? ഹലോ നമസ്കാരം, എല്ലാവർക്കും അജസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ സുരേന്ദ്രേട്ടന് ഒരു പോത്തിനെടുക്കാൻ, ഇത് രണ്ടെണ്ണം എടുത്താണത്, ഒരെണ്ണം ആ മറ്റേ ചേട്ടനാ കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ അവിടുത്തെ, അതായത് എൻ്റെ പരിസരത്ത് ഏകദേശം ഒരു 10-20 കൊല്ലം അല്ലെങ്കിൽ ഒരു 10-15 കൊല്ലം മുന്നേ പോത്തിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചേട്ടനാണ് ആ കാക്കി ഷർട്ട് ഇട്ടാണത്. മറ്റേ നമ്മുടെ സുരേന്ദ്രേട്ടൻ ആൾ ചുരുങ്ങിയത് ഒരു 10-20 കൊല്ലത്തിന് മേലെ സിമ്പിളായിട്ട് അതിൻ്റെ കേട്ടോ. ആളുടെ ചെറുപ്പകാലം തൊട്ട് തന്നെ വീട്ടിൽ കന്നുപൂട്ട്, പണ്ടത്തെ കാലത്തൊന്നും ട്രാക്ടർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇതാ ഒരു പോത്തിന് ഏകദേശം ഒരു 150 കിലോ ലൈവ് തൂക്കം സിമ്പിളായിട്ട് ഉണ്ടാവാം. ക്ഷീണമൊന്നും വലിയ കാര്യമായിട്ടില്ല. ചടവില്ലാത്ത പോത്തുംകുട്ടിയാണ്, നല്ല പോത്തുംകുട്ടിയാണ് കേട്ടോ, അതും പറയാം കേട്ടോ. നല്ലൊരു പോത്തുംകുട്ടിയാണ്. ഏകദേശം 30 രൂപയുടെ റേഞ്ചിൽ നിന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ആ ചേട്ടനും പറയുന്നുണ്ട് വില കൂടുതലാണ്, പക്ഷേ നല്ലൊരു പോത്തുംകുട്ടിയാണ് കേട്ടോ. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ചെറുപോത്തുകളെ വാങ്ങിക്കാൻ വരുമ്പോൾ വില മൊത്തത്തിൽ കൂടുതലാണ് പറയുന്നതും, വാങ്ങിക്കാൻ ആളുള്ളത് കൊണ്ട് വലിയ കുറവൊന്നും വരുന്നില്ല. എന്നാൽ ഒരു പൊടിക്ക് വലിപ്പമുള്ളതിനെ വില കുറവുണ്ട്. അതെ, ഈ ഒരു പോത്തിനെ നോക്കിക്കോട്ടോ. ഈ ഒരു പോത്ത് രണ്ടാമത്തെ പോത്ത്, ഇവിടെ നിന്ന് നോക്കുമ്പോൾ രണ്ടാമത്തെ പോത്ത്. എങ്ങനെ പോയാലും ഒരു 240 കിലോ ലൈവ് വെയിറ്റ് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ അത്യാവശ്യം ഹൈറ്റും ലെങ്ത്തുള്ള, നല്ല കഴുത്ത് നീട്ടം, നല്ല ഇടനീട്ടം, നല്ല കാലകരം, നല്ലൊരു സെലക്റ്റീവ് പോത്തുംകുട്ടിയാണ്. എങ്ങനെ പോയാലും ഒരു 240 മേലേക്ക് ലൈവ് വെയിറ്റ് പിടിക്കുള്ളൂ, താഴത്തേക്ക് വരില്ല. 240 ഞാൻ ഏറ്റവും കുറവ് പറഞ്ഞാൽ കേട്ടോ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് 265, 270 ലൈവ് തൂക്കമാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഏകദേശം ഒരു കുറവാണ് പറഞ്ഞേക്കണത്. ഈ ഒരു പോത്തുംകുട്ടിക്ക് 39 രൂപയാണ് വില അവർ പറഞ്ഞത്. ഞാൻ ചെന്ന സമയത്ത്, ഞാൻ അവിടെ ചെല്ലുമ്പോൾ, തൃശ്ശൂർ ചന്തയിൽ ചെല്ലുമ്പോൾ ഏകദേശം എന്താ പറയുക, ഒരു 6:30 സമയത്താണ്. എന്നിട്ട് എടുത്തു വരുമ്പോൾ 9 രൂപയായി. കന്നുകൾക്ക്, നമ്മൾ പിടിക്കുന്ന കന്നുകൾക്കൊക്കെ ഭയങ്കര വിലയാണ് അവർ പറഞ്ഞിരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് എടുത്തത്. ഈ നമ്മുടെ കയ്യിൽ 4 ഉള്ളതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ഇനി പോത്തിനെ എടുക്കില്ല എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ പോയത്. അപ്പോൾ ചെറിയ പോത്തുംകുട്ടികളൊക്കെ ഉണ്ട്. ചെറിയ പോത്തുംകുട്ടികൾക്ക് 10ഉം 15ഉം എണ്ണത്തിനൊക്കെ ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് മറച്ചു വെക്കാനായിട്ട്. നമ്മളൊരു ചെറിയ പോത്തുംകുട്ടിനെ പിടിക്കാമെന്ന് പറയുമ്പോൾ 25, 30, 28, 45 എന്നൊക്കെ ഇവർ പറയാം. അപ്പോൾ ചന്തയിൽ കന്നുകൾ മൊത്തത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് ക്ഷമയോടുകൂടി നിൽക്കുക. എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോത്തുങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിൽ, അതുമാതിരി തന്നെ ചന്തയിൽ പോകുന്ന ആളുകളിലൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ ഒരു ആഴ്ച തൊട്ട്, അതായത് വ്യാഴാഴ്ച തൊട്ട് 4 ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു 3 ദിവസം മുന്നേ തൊട്ടാണ് കേരളത്തിലേക്ക് ലോഡുകളൊക്കെ അത്യാവശ്യം എത്തി തുടങ്ങിയിട്ടുള്ളത്. ഒരു 10 വണ്ടി ഏകദേശം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എൻ്റെ ഒരു വീഡിയോസൊക്കെ അതിൽ കിടക്കുന്നത്, എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു. എല്ലാം കടന്ന് തമിഴ്നാട്ടിൽ വെച്ചപ്പോൾ പിടിച്ചതെന്ന് തോന്നുന്നു എനിക്ക്, ബോർഡറിൽ. അവിടെ നിന്ന് ഏകദേശം ഒരു വണ്ടിക്ക് 3 ലക്ഷം, 30 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് 10 ലോറി ഇങ്ങോട്ട് കടത്തിയത്. അപ്പോൾ ഈ കടത്തിയ ലോറികളുടെ കാശൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കാണ്ടിരിക്കാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ലോഡ് ഇപ്പോൾ അത്യാവശ്യം ഇറങ്ങി തുടങ്ങുന്നുള്ളൂ. പിന്നെ ആവശ്യക്കാർ പോത്തിനെ കിട്ടാണ്ട്, നിങ്ങൾക്കറിയാം വലിയ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ പോത്തുംകുട്ടികൾ അന്നും വിചാരിച്ച മാതിരി ഇപ്പോൾ പോത്തിനെ കൊടുത്തു. അത് കഴിഞ്ഞ് ഓടി നടന്ന് പോത്തിനെ വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. നമ്മളത് ഒഴിവാക്കാനാണ് ലേശം വില കൂടുതലായാലും ഫാമിൽ നിന്ന് എടുത്തിട്ടത് ഫെബ്രുവരി മാർച്ച് കണ്ട്. പക്ഷേ പോത്തിനെ കൊടുത്ത് പിന്നെ ആൾക്കാർക്ക് പോത്തിന് കിട്ടാത്ത അവസ്ഥ വന്നു. പറമ്പിലും പാടത്തും ഒക്കെ പുല്ലായി. കണ്ടപ്പോൾ ഭയങ്കര അഭിനിവേശം. അപ്പോൾ എന്താ, പോത്തിനെ വാങ്ങാൻ ചെന്നപ്പോൾ പോത്തിന് കിട്ടാത്ത അവസ്ഥ, ഭയങ്കര ടൈറ്റ്. അപ്പോൾ എന്താണ്, ഇപ്പോൾ കിട്ടിയ വില കൊടുത്ത ആളുകൾ പോത്തുംകുട്ടികളെ വാങ്ങിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യുക, ക്ഷമയോട് കൂടി നിൽക്കുക. പോത്തുംകുട്ടികൾ വില കുറയും, തീർച്ചയായിട്ടും വില കുറയും. നിങ്ങളൊരു ഇപ്പോൾ ജൂണല്ലായിട്ടുള്ളൂ, ജൂലൈയും കൂടിയും കഴിഞ്ഞോട്ടെ. ആഗസ്റ്റിൽ ഇപ്പോൾ ചെറുകുട്ടികൾ എടുക്കുന്നത് വലിയ കുട്ടികൾ ഒന്ന് നോക്കി സ്വല്പം കൂടി വില കൂടിയത് നോക്കി എടുക്കുക. പിന്നെ ഒരെണ്ണം പൂതിക്ക് 1-2 ജസ്റ്റ് വാങ്ങിച്ചിടുക. ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ 5-10 വളർത്തുന്ന കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, ധൃതി പിടിക്കേണ്ടതെന്നുള്ളത്. പിന്നെ നമ്മളെ കൈത്തീറ്റ കൊടുക്കുന്ന സംഭവത്തിനെ കുറിച്ച് ഒത്തിരി കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ വിശദമായിട്ട് വീഡിയോയിൽ പറയാം. ഇത് ചെറുകുട്ടികൾ കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചെറുകുട്ടി ഇതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 22, 23, 25 നമ്മുടെ നിന്ന് ചോദിക്കും. എങ്ങനെ പോയാലും 20 രൂപയുടെ താഴത്തേക്ക് കിട്ടൂല കേട്ടോ ചിലപ്പോൾ. അതൊക്കെ ചന്തയിൽ ഞങ്ങൾ ചെന്ന സമയത്ത് ഉള്ളത് പറയുകയാണെങ്കിൽ നല്ല വില കുറവായിരുന്നു. നമുക്കൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ആ പോത്തിന് ചെന്ന വഴിക്കാൻ 39 രൂപയാണ് ഞാൻ പറഞ്ഞത്. ഒരു 260, 275 പറഞ്ഞ പോത്ത്. ഇത് നല്ല റിച്ച് ഫില്ലിങ് ആയിക്കൊണ്ടിരിക്കുന്ന പോത്തുകളാണ്. ഇതൊരു 6 എണ്ണം ഉണ്ട്. 30 രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞു. പക്ഷെ നാടൻ പോത്തിലേക്ക് പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ ഇൻട്രസ്റ്റ് എടുത്തില്ല, അതാണ് അതിൻ്റെ കാര്യം. നാടൻ പോത്തിലേക്ക് പെട്ട ഒരു പോത്താണ്. അപ്പോൾ നമ്മളൊന്ന്
അതിനെ നിർത്താൻ പറ്റില്ല. നമ്മളൊരു 2, 3, 4 മാസമൊക്കെ നോക്കി, 4 മാസമല്ല ഒരു 3 മാസം നോക്കി സ്പോട്ടിൽ ഒഴിവാക്കണം. അപ്പോൾ നമ്മളത് വേണ്ടാന്ന് വെച്ചു. നാടൻ പോത്തുകളാണ്. ഇത് 2 നമ്മൾ മാറ്റി പിടിച്ച് നോക്കിയതാണ്. ലേശം കഴമ്പുള്ളൂ. അത് നാടൻ പോത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എടുത്ത് പെരുന്നാൾ വരെ, അടുത്ത വലിയ പെരുന്നാൾ വരെ നോക്കുന്നതിൽ അർത്ഥമില്ല. അത് വ്യക്തമായിട്ട് ഞാൻ പറയാം. ഈ ഒരു പോത്തിനെ കണ്ടോ നമ്മൾ നോക്കിയിരുന്നത്, ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരു 240-നും 270-നും ഇടയിൽ ലൈവ് തൂക്കം കൂടുള്ള ഒരു തരി കുറയില്ല കേട്ടോ. 240 ഒന്നുമല്ല, ഞാൻ ഏകദേശം കുറച്ചാണ് പറഞ്ഞത്. അവൻ്റെ ആ ഹൈറ്റ്, ആ നീട്ടം, ആ കാലകരം, അവൻ്റെ സെറ്റപ്പ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ. നല്ലൊരു ക്രോസ് ബ്രീഡിലേക്ക് പെട്ട അടിപൊളി പോത്തും കുട്ടിയാണ്, ഒരു തർക്കമില്ല. അത് അവൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കിയാൽ, ആ ചേട്ടൻ നിൽക്കുമ്പോഴത്തെ അവൻ്റെ ഹൈറ്റ് കണ്ടോ നിങ്ങൾ, നല്ലൊരു പോത്തും കുട്ടിയായിരുന്നു. പിന്നെ നാടൻ പോത്തിൽ പെട്ട ആ പോത്തിനെ എടുക്കാത്തതിൻ്റെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവനൊരു 2-3 മാസം, മാക്സിമം ഒരു 2-2.5 മാസം നോക്കി നമ്മൾ ഇറച്ചിക്ക് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കാൻ നിൽക്കണം. അപ്പോൾ അത് എല്ലാം കൂടി എടുത്താലാണ് 30 രൂപ മേനി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 40 രൂപ പറയുന്നുണ്ട് അതിലപ്പോൾ ഇറച്ചിക്കാനുള്ള പോത്തിനെ നമ്മൾ 30 മാറ്റി നിർത്തിയതാണ്. പക്ഷേ അതിനൊക്കെ നോക്കി നമ്മൾ 2-3 മാസം നോക്കി, പിന്നെ ഇറച്ചിക്കാർ ഏറി വന്നൊരു 5 രൂപ 10 രൂപ കൂടുതൽ തരും. പക്ഷെ നമ്മൾ പണി നല്ല മാതിരി എടുക്കേണ്ടി വരും. വല്ല പറമ്പിലൊക്കെ കൊണ്ടുപോയിടാൻ വെച്ചാൽ കുഴപ്പമില്ല. വളർത്തുകാരെ സംബന്ധിച്ച് നാടൻ കന്ന് ഒരിക്കലും നമുക്കൊരു ഗുണമല്ല. പിന്നെ നമ്മൾ അതിന്മേൽ കളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ദിവനെയാണ് നമ്മൾ നോക്കി സെറ്റാക്കി നിർത്തിയത്. അപ്പോൾ ഇതല്ല കേട്ടോ, ഇത് വേറെ പോത്തുങ്ങളാണെന്ന് തോന്നുന്നു. അല്ല, ശരി, ഇതിലത്തെ തന്നെ. അപ്പോൾ നമ്മൾ നല്ല വലിയ കന്നുകൾ നോക്കി എടുക്കുമ്പോൾ വില കൊണ്ട് ലേശം വ്യത്യാസമുണ്ട്. നല്ല വലിയ കന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞുതരാം, ഒരു 150 കിലോ ഉള്ള പോത്തിനെ എടുക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ല നമ്മൾ ഏകദേശം സുരേന്ദ്രേട്ടൻ എടുത്തത് ഒരു 180-190 കിലോൻ്റെ റേഞ്ചുള്ള പൂത്താണ്. അതിന് നമുക്ക് 30 രൂപ കിട്ടി, കുഴപ്പമില്ല. നല്ല ഒരു കന്നായിരുന്നു കേട്ടോ. അതിൽ ഒരെണ്ണം പോയിൻ്റായിരുന്നു. ഞാൻ ഉദാഹരണം ശരിക്കും പറഞ്ഞുതരാം. ആ 2 കന്ന് എടുത്തതിൽ ഒരു കന്ന് നല്ല മാതിരി കൊമ്പ് ചാടിയിട്ടുള്ള കന്നായിരുന്നു. അതായത് നല്ലത് സ്റ്റാർട്ടിങ്ങിൽ പിടിച്ച് പോയി 1000, 2000, 3000 കൂടുതലുള്ള വിലയ്ക്ക് കൊടുത്തു പോയി. അപ്പോൾ അതിലൊരു കന്ന് കൊമ്പ് ചാടിയിട്ടുള്ള കന്നായിരുന്നു. പക്ഷേ ഒരു കന്ന് നല്ല കന്ന് കിട്ടി. അപ്പോൾ നല്ല കന്ന് സുരേന്ദ്രേട്ടൻ എടുത്തു. മറ്റേത് മോശം എന്നല്ല, പക്ഷെ നമുക്കൊരു തൃപ്തി കുറവുണ്ടാവും ആ കന്ന് ലേശം കൊമ്പ് ചാടീൻ്റെ. അപ്പോൾ അത് ഏകദേശം ഒരു 160 രൂപ റേഞ്ചിലാണ് വില വന്നിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു പോത്ത് ഏകദേശം ഈ കന്ന് അവർ 39 രൂപയാണ് പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു 6:30 നേരത്ത് വന്നപ്പോൾ 39 രൂപയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വിറ്റ് പോയത് 41 രൂപ റേഞ്ചിനാണ്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചന്തയിൽ ആളുകൾ കൂടുന്തോറും വില കൂടും. അവർ പറഞ്ഞ വിലയ്ക്കൊക്കെ മാറ്റം വരും. പിന്നെ ഒരു കന്നുമ്പോൾ തന്നെ 1-2 ആൾക്കാർ പിടിക്കുകയാണെങ്കിൽ അവർ ഡിമാൻഡ് നല്ല മാതിരി കൂട്ടും. ഇത് ഈ ഒരു കന്നാണ് കേട്ടോ നമ്മൾ പിടിച്ചത്. നമ്മൾ പിടിച്ചതല്ല, നമ്മൾ പറഞ്ഞത്. എനിക്ക് എടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ 4 ഉണ്ട്. ഇനി വെള്ളം കയറും കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനത്തെ ഒരു 5-6 കന്നിനെ എടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു 5-6 കന്നിനെ നമ്മളൊരു ഒക്ടോബർ, നവംബർ കണ്ട് എടുക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സിമ്പിളായിട്ടൊരു 40 രൂപ റേഞ്ചിൽ ഇങ്ങനത്തെ എടുത്ത് ഒരു 10-15 രൂപ, ഒരു 20,000 രൂപ തീറ്റ ചിലവ് കൊടുത്താലും നമുക്ക് 1 ലക്ഷം രൂപയുടെ മേലെ വിൽക്കാൻ പറ്റും. പക്ഷേ ഞാനീ പറയുന്നത് കേട്ട് നിങ്ങളാരും അറിവും അല്ലെങ്കിൽ അതുമാതിരി തന്നെ കോണ്ടാക്റ്റും അതുമാതിരി തന്നെ കച്ചവടങ്ങളും നടക്കാത്തൊരു, ഇപ്പം ഞാൻ ആദ്യ നാളുകളിൽ ഒരു 2 കൊല്ലം മുപ്പാട് വരെ 50 രൂപ 55 രൂപ റേഞ്ചുള്ള പോത്തുകളാണ് വിറ്റിരുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ആളുകൾ നമ്മുടെ കണക്ഷൻ കൂടുന്തോറും അവർക്ക് ആവശ്യമുള്ള കന്നുകൾ അല്ലെങ്കിൽ അവരൊരു റേഞ്ച് പറയും, ഇത്ര റേഞ്ചിലുള്ള കന്നുകൾക്ക് ആവശ്യക്കാർ, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം നമ്മുടെ അടുത്ത് വന്ന ആവശ്യക്കാർ അങ്ങനത്തെ ആയിരുന്നു. അതിനൊക്കെ അനുസരിച്ചാണ് നമ്മൾ റേഞ്ച് മാറ്റുന്നത്. അതായത് ഒരു എൻക്വയറിയും അല്ലെങ്കിൽ ഒരു അനുഭവ സമ്പത്തും അല്ലെങ്കിൽ ആദ്യമായി വളർത്തുന്ന ആളുകൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു റേഞ്ച് ചെയ്യരുത്, പിടിക്കരുത്. അതൊക്കെയാണ് ഞാൻ ചിലർക്ക് ചെറിയ കന്നുകളെ മതിയാവുള്ളൂ എന്ന് പറയാൻ കാരണം. ഇവൻ്റെ ഈ പോസ്റ്റൊന്നും നോക്കിയാൽ നിങ്ങൾ ഇത് ഏകദേശം എത്ര ലൈവ് തൂക്കം ഉണ്ടാവും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളട്ടെ. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നു, എങ്ങനെ പോയാലും ഒരു 250 കിലോയ്ക്ക് മേലെ ലൈവ് തൂക്കം പിടിക്കുന്ന ഒരു കന്നായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പോത്തുങ്ങൾ 3 എണ്ണത്തിനെ വാങ്ങിച്ച് നിർത്തിയിട്ടുള്ളതാണ്. 30 രൂപ മേനിക്കാണ് ഈ ഒരു പോത്തുങ്ങളെ വാങ്ങിച്ച് നിർത്തിയിട്ടുള്ളത്. നല്ല കന്നുകളാണ്, ഒരു തരത്തിലും കുറവുകളില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചെറുകന്നുകൾ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനത്തെ കന്നുകൾ വാങ്ങിച്ചാൽ മതിയാവും. പക്ഷേ നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിലുള്ളത് കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ ലേശം വെയിറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ടും നമുക്കൊരു 5-10 രൂപ കൂടിയാലും കുഴപ്പമില്ല. ലേശം വലിപ്പമുള്ളതിനെ എടുക്കുക, ഒരു 5-6 മാസം നോക്കുക, തീറ്റക്കാശ് പോയാലും കുഴപ്പമില്ല, നമുക്ക് ബാലൻസ് ഉണ്ടാവും. ഈ ഒരു കന്നിനെയാണ് സുരേന്ദ്രേട്ടൻ എടുത്തത് കേട്ടോ. ഈ ഒരു കന്നിനെയാണ് 2 എണ്ണത്തിന് എടുത്തത്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഒരു ലേശം നാടൻ കൊന്നിലേക്ക് പോയിട്ടുള്ളൊരു കന്നാണ്.
മോശം എന്നല്ല അവിടെ ഞാൻ പറഞ്ഞത്. പക്ഷേ വർഗ്ഗം കൊണ്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രീഡ് ക്വാളിറ്റി കൊണ്ട് ഉണ്ടാകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ 8 മാസം 10 മാസമൊക്കെ നോക്കി ചെറിയ കൈത്തീറ്റ കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഗുണത്തിലേക്ക് വരും. മറ്റത് മോശമാവുന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞില്ല കേട്ടോ. നമ്മുടെ പഞ്ചായത്തിൽ പോയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നല്ല മാതിരി വളർന്നതാണ്. പക്ഷേ ലുക്ക്, അതായത് പെരുന്നാൾ കച്ചവടത്തിന് ലുക്ക് ആവശ്യമായി വരുന്ന സമയത്താണ് ഇതൊക്കെ വലിയ കൊമ്പ് കാര്യങ്ങളൊക്കെ ചെറിയൊരു എഫക്റ്റായിട്ട് മാറുക. അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. 200 രൂപയാണ്, പെയ്ഡാണ്. പോത്ത് വളർത്തൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് നമുക്ക് ചെറിയ ചെറിയ അറിവുകൾ പങ്കുവയ്ക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മാത്രം അതിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൽ ഗ്രൂപ്പിൽ ആഡ് ആക്കാം. ആവശ്യമുള്ളവർ മാത്രം മതി കേട്ടോ, അല്ലാണ്ട് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ഈ ഇടത്തുവശത്ത് നിൽക്കുന്ന പോത്താണ് എടുത്തത് കേട്ടോ ആൾ.